അയ്യോ എന്തോ. സുശീലാന്റെ ഭിക്ഷ എടുത്ത് സമരം ചെയ്യുമല്ലേ, അപ്പൊ പിന്നെ ഒരു കാരണവശാലും വീട്ടിൽ ചെല്ലാൻ ഇടയില്ല. അവിടെ ഉള്ളവർക്ക് സന്തോഷായി വിച്ചുമോന്റെ ബർത്ത്ഡേ ആഘോഷിക്കാം ഭാനുമേ. ആ അത് മതി. കൊച്ചിന്റെ സന്തോഷം കെടുത്താൻ അവൾ അവിടെ ചെല്ലാതിരുന്നാ മതി. ചെന്നാ അനുവിനെ ഇന്ദ്രനെ അവള് ശപിക്കും. അതുകൊണ്ടാ. ആ സ്ത്രീയുടെ ശാപമൊന്നും അവർക്ക് ഏക്കില്ല ഭാനുമേ. അങ്ങനെ ഏക്കുമെങ്കിലേ ഈ അനുചേച്ചി ഇന്ദ്രേട്ടനെ ഇപ്പൊ ഒരുമിച്ച് ജീവിക്കുമോ? നമ്മുടെ അച്ഛനിപ്പോ ജീവനോടെ ഉണ്ടാവോ? കഴിഞ്ഞ ദിവസവും അവര് വീട്ടിൽ വന്ന് അച്ഛനെ മണ്ണുവാരിയെറിഞ്ഞ് ശപിച്ചു. മാഷും മാഷിന്റെ മക്കളും നശിച്ച് നാരായണക്കല്ല് എടുക്കുമെന്ന് വരെ പറഞ്ഞു. അവരുടെ പ്രാക്ക് ഫലിക്കില്ലെന്നൊന്നും പറയാൻ പറ്റില്ല മഞ്ചാടി. ആ കുടുംബത്തിൽ എന്ന പോലെ ഈ കുടുംബത്തിൽ ഇപ്പൊ സ്വസ്ഥതയുണ്ടോ? ഞാൻ പണ്ടേ ശ്രദ്ധിക്കുന്നതാ, ഇന്ദ്രന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം നടന്നാ പഞ്ചരത്നത്തിലും സമാധാനം ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവും. അതെന്തുകൊണ്ടാ? ആ തള്ളയുടെ പ്രാക്ക് തന്നെ, അല്ലാതെ വേറൊന്നുമല്ല. ഓ, ഇവിടെ ഇപ്പൊ എന്ത് സമാധാനക്കേടാ ചേച്ചി? രഘുവേട്ടനും ചേച്ചിയും തമ്മിലുള്ള ഉടക്കല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ. ഓഹോ, അപ്പൊ ഞങ്ങളാണ് ഇവിടുത്തെ പ്രോബ്ലം അല്ലേ? നീ വിനയന്റെ കൂടെ പോകാൻ തീരുമാനിച്ചു അല്ലേ? അങ്ങനെ തീരുമാനിച്ചെങ്കിൽ ഞാൻ സമ്മതിച്ചു. ആ കാര്യത്തില് പഞ്ചരത്നം വീട് രക്ഷപ്പെട്ടല്ലോ. പിന്നെ ദയയുടെ കാര്യം, അവൾക്ക് ചികിത്സിച്ചാൽ മാറുന്ന ചെറിയൊരു അസുഖമല്ലേ ഉള്ളൂ. മഞ്ചാരിയുടെ കാര്യത്തിലും അച്ഛനിപ്പോ ടെൻഷനൊന്നുമില്ല. അപ്പോ ഞാൻ തന്നെയാ ഈ വീട്ടിലെ ഏറ്റവും വലിയ കുഴപ്പക്കാരി. എന്റെ അമ്പിളി, അങ്ങനെയാണോ ചീരു പറഞ്ഞത്? നീയും രഘുവും തമ്മിൽ സ്വരച്ചേർച്ചയിലായാൽ അതെല്ലാവർക്കും ഒരു സന്തോഷമല്ലേ മോളെ? അതെ അമ്പിളി ചേച്ചി. പിന്നെ ചീരു ചേച്ചി അത്ര ഉദ്ദേശിച്ചു കാണുള്ളൂ. വിനയേട്ടനെ ഇവിടെ താമസിപ്പിച്ചത് ചീരു ചേച്ചി അല്ലല്ലോ, അച്ഛനും രഘുവേട്ടനും സമ്മതിച്ചോണ്ടല്ലേ വിനയേട്ടൻ ഇവിടെ താമസിച്ചത്. അപ്പോഴും ചീരു ചേച്ചി അതിനെ എതിർത്തതേ ഉള്ളൂ. അപ്പോ അതും ഈ കുടുംബത്തിലെ പ്രശ്നം തന്നെയല്ലടി. പിന്നെ ഇവളെന്താ പറഞ്ഞത്? ഞാൻ രഘുവേട്ടനായിട്ട് ഉടക്കി നിൽക്കുന്നത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നമെന്നല്ലേ? അതെ, അത് തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം വിനയേന്ദ്രനെ പോലെ ഈ കുടുംബത്തിലെ വെറൊരു മരുമകനല്ല രഘുവേട്ടൻ. ഞങ്ങളുടെയൊക്കെ സ്വന്തം ഏട്ടനാ, നമ്മുടെ അച്ഛന്റെ സ്വന്തം അനന്തരവനാ. ഓർമ്മ വെച്ച കാലം മുതൽ ഈ വീട് രഘുവേട്ടന്റെ വീട്. ഇവിടുന്ന് ആ മനുഷ്യൻ ഇറങ്ങിപ്പോയാലേ അത് തന്നെയാ ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ സങ്കടം. എന്നാ പിന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകാം. എന്നിട്ട് അയാൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരട്ടെ. എന്നെക്കാൾ വലുത് നിങ്ങൾക്കൊക്കെ അയാളാണെങ്കിൽ ഞാനും എന്റെ മോളും ഒഴിഞ്ഞു തന്നേക്കാം. അയ്യോ, ഈ അമ്പിളി ചേച്ചിയോട് ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാ. ഞാനിന്ന് മോളെ മഞ്ചാടി, നീ ഇരിക്കും. വേണ്ട മോളെ, ഇനി നീ ഒന്നും പറയാൻ പോകണ്ട. അമ്പിളി ചേച്ചി വയലന്റ് ആവും, അച്ഛൻ അറിയും. ചേച്ചിയെ കുറച്ചു കഴിഞ്ഞ് ഞാൻ തന്നെ സമാധാനിപ്പിച്ചോളാം. അതാ മോളെ നല്ലത്. അത് അവര് തമ്മിൽ തീർത്തോളൂ, നമ്മളതിൽ ഇടപെടണ്ട. ആ മക്കള് കഴിക്കും. ആ രഘു പോയത് എന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അവൻ അനുവിന്റെ വീട്ടിൽ തന്നെ ഉണ്ടായാ മതി. നിങ്ങൾ കഴിക്കും മക്കളെ. അമ്പിളി, വേണ്ട, നിങ്ങളുടെ മോളുടെ അടുത്തേ നിങ്ങൾ കിടന്നാ മതി. അമ്പിളി എപ്പോഴും കീഴ്പ്പെടുത്തുന്നത് പോലെ ഇനി കീഴ്പ്പെടുത്താന്ന് കരുതണ്ട.